ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ മൊബൈലുകളും ഒരുപാട് സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ളതാണ്. എന്നാൽ അതിൻ്റെ ക്യാമറ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നല്ല ക്വാളിറ്റിയുള്ള ക്ലാരിറ്റിയുള്ള ഫോട്ടോ ആയിരിക്കും അതിൽ നിന്നും നമുക്ക് ലഭിക്കുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 3 MB 4 MB 5 MB ഒക്കെയുള്ള ഫോട്ടോസ് ആയിരിക്കും നമുക്ക് കിട്ടുക. പക്ഷേ ഒരുപാട് ഫോട്ടോസ് എടുക്കുമ്പോൾ അതിൽ നിന്നും സ്റ്റോറേജ് നമുക്ക് ഒരുപാട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ഫോട്ടോയുടെ ക്വാളിറ്റി ഒന്നും കുറയാതെ നമുക്ക് ഫോട്ടോ കംപ്രസ് ചെയ്ത് ഒരു 4 MB ഉള്ള ഫോട്ടോസ് നമുക്ക് വെറും 100 KB നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചാലോ? അതും ക്ലാരിറ്റി നഷ്ടപ്പെടാതെ നമുക്ക്. ഞാൻ ഇതിനു മുമ്പ് ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇത് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. നമുക്ക് എങ്ങനെയാണ് ഇത് കംപ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇതുപോലെ ചൂസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ മാത്രമേ കാണൂ. അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഗാലറി ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഗാലറി സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഫോട്ടോ നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ്. കുറച്ച് MB കൂടുതലുള്ള ഫോട്ടോ തന്നെ ഞാനിതിൽ നിന്നും തിരഞ്ഞെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ഇതിൽ നിന്നും തിരഞ്ഞെടുത്തു. ഇതിൻ്റെ സൈസ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. 3.56 MB ആണ് ഇതിൻ്റെ സൈസ്. നമുക്ക് ഇവിടുന്ന് തന്നെ ഇത് എത്ര ക്വാളിറ്റി വേണം, എത്ര KB വേണം എന്നൊക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ ഇവിടെ ഒരു 500 KB ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. അതിനുശേഷം ഇവിടെ കംപ്രസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാം. കുറഞ്ഞ സമയം കൊണ്ട് ഇത് കംപ്രസ് ആയിട്ട് വരും. നമുക്കൊരല്പനേരം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇത് കംപ്രസ് ആയിട്ടുണ്ട്. ഇവിടെ താഴെ സേവ്ഡ് എന്ന ഭാഗം നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഗാലറി നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ജസ്റ്റ് 1 കൊടുക്കുക. ഗാലറി ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ഞാൻ കംപ്രസ് ചെയ്ത ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വളരെ ക്ലാരിറ്റിയോടുകൂടി തന്നെ നമുക്ക് ആ ഫോട്ടോ കംപ്രസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോയുടെ സ്ഥാനത്ത് നമുക്ക് 10 15 ഫോട്ടോ ഇതുപോലെ ക്വാളിറ്റി കുറയാതെ കംപ്രസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി സൂക്ഷിക്കാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്കൊക്കെ ഉപകാരമായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ.